Hello friends, welcome to channel. 𝙑𝙞𝙙𝙬 channel. स्वागतം मेरे പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കാറിന്റെ ഡാഷ് ക്യാമറയാണ്. ഇത് നമ്മുടെ DDPAI ന്റെ ഒരു ബ്രാൻഡിന്റെ ഡാഷ് ക്യാമറയാണ്. മോള എന്നൊരു മോഡലാണ്. ഇതിന് 6000. ഇപ്പോൾ നമുക്ക് ഒരു ആമസോൺ പ്രൈം ആയതുകൊണ്ട് 5000 സംതിങ് കിട്ടി. പക്ഷേ ശരിക്കും പ്രൈസ് വരുന്ന 6000 റേഞ്ചിലാണ്. DDPAI എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. നമ്മുടെ ഹുവായിന്റെ ഒരു എംപ്ലോയി തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇത് നമ്മൾ ആക്ച്വലി എൻ്റെ ബ്രദർ വാങ്ങിയതാണ്. അപ്പോൾ ആളുടെ കാറിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ കാറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരുന്നില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. പിന്നെ ബോക്സ് എന്തൊക്കെയുണ്ട് നമുക്ക് അൺബോക്സിംഗ് നോക്കാം. അപ്പോൾ ഞാൻ ഇത് പേഴ്സണലി ഉപയോഗിക്കുന്നത് 70mm ഒരു ഡാഷ് ക്യാമറയാണ്. ഡാഷ് ക്യാമറ പ്രോ എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 കൊല്ലമായിട്ടാണ്. പക്ഷേ ഇതിന് 4500 രൂപ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡാഷ് ക്യാമറ എന്തിനു ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഡാഷ് ക്യാമറ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ആക്സിഡൻ്റ് ആയാലോ അതുപോലെ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിനോ അതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ തെറ്റല്ലാണ്ട് തന്നെ ഇപ്പോൾ വല്ല ബൈക്ക് ഇടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നമ്മുടെ എല്ലാ ഭാഗവും ബൈക്കുകാരെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രൂഫാണ് നമുക്ക് ഈ സംഭവം. നമ്മുടെ റെക്കോർഡിങ് ഫുൾ ടൈം റെക്കോർഡിങ് വരും. പിന്നെ ആകെ കോണുള്ളത് ബാറ്ററി ഇല്ലെന്നുള്ള ഓൾവേസ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. നമ്മുടെ സിഗരറ്റ് ലൈറ്റിലേക്ക് USB വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു കോൺ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സിഗരറ്റ് ലൈറ്റർക്ക് അഡാപ്റ്ററും കിട്ടുന്നുണ്ട്. നമ്മുടെ 70mm കൂടെ അത് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇത് 2K ആണ്, 2K റെക്കോർഡിംഗ് ആണ്. മറ്റത് 1080p ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നൈറ്റ് വിഷനൊക്കെ സൂപ്പർ തന്നെയാണ്. എന്തായാലും നമ്മളത് കാണിച്ചു തരാം. അപ്പോൾ ഡാഷ് ക്യാമറ മോസ്റ്റ്ലി ഇപ്പോൾ ഇനി ഇത് റൂളാവാനും ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പുറത്തൊക്കെ അങ്ങനെ റൂളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമിനൊക്കെ ഒരു മെയിൻ സംഭവമാണ് നമ്മളൊരു പ്രൂഫ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ സൂപ്പർ സ്പീഡിൽ പോകാൻ അപ്പോൾ ആരെങ്കിലും എടുത്ത് പെട്ടെന്നൊന്നും ചാടിയേ പോരെ. ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോൾ കള്ളു കുടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഭാഗ്യമില്ലാത്ത വശാൽ വല്ലവരും വന്ന് ചാടിക്കഴിഞ്ഞാൽ പെട്ടില്ലേ. അപ്പോൾ അതിനൊരു പ്രൂഫാണ് സംഭവം നമ്മൾ വെക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നിങ്ങൾ ഇതിന് കാശ് ചിലവാക്കണതിന് പിശു നോക്കിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഞാൻ അത് കാരണം തന്നെ വെച്ചത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 32GB കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി അത് പഴയത് ഡിലീറ്റ് ചെയ്തിട്ട് ലൂപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് പോയിക്കോളും. പിന്നെ അതിൽ നൈറ്റ് വിഷൻ മോഡുണ്ട്, എമർജൻസി മോഡുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ കാറിന് എന്തെങ്കിലും ഒരു സെൻസർ ഒരു പ്രഷറോ അല്ലെങ്കിൽ നമ്മളൊരു കുണ്ട് ചാടിയ വരെ സംഭവം ഓട്ടോ റെക്കോർഡ് എമർജൻസി മോഡിൽ റെക്കോർഡ് ചെയ്യും. അത് നമുക്ക് അത്ര പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ആപ്പിൽ കൂടെ വൈഫൈ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്ക് ഡേറ്റ് ടൈം എല്ലാ ടാഗും ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പർപ്പസിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ സൂപ്പർ സംഭവമാണ്. ഞാൻ അത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ, കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പാർക്കിംഗ് 24 hour പാർക്കിംഗ് മോഡ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഫ്ലാറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ നല്ല അപ്പാർട്ട്മെൻറ്റിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ പാർക്ക് ചെയ്യില്ലേ ഇപ്പോൾ രാത്രിയൊക്കെ. അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും കാറിലേക്ക് വന്ന് ഇപ്പോൾ തുറക്കാനോ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ സംഭവം ആക്ടിവേറ്റ് ആവും. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുക, പോർഷൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് സംഭവമാണ് ഉണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് MRP കൊടുത്തിരിക്കുന്നത് എവിടെയായിരുന്നു? MRP കാണാമല്ലോ. അതിൻ്റെ ഞാൻ പോർഷൻ കാറി പോയി. MRP 7000 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 6200 ആ റേഞ്ചിൽ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആക്ച്വലി ബ്രദർ നമ്മുടെ പ്രൈം ഡേയിൽ വാങ്ങിയതാണ്. അപ്പോൾ ഒരു 5200 ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. മോള N3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൽ നമുക്ക് 16K റെക്കോർഡിങ്, 1080 നമ്മുടെ 2K റെക്കോർഡിങ്, അതുപോലെ ADAS, പിന്നെ ഹൈ സിലിക്കോൺ ചിപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ ഹുവായിൻ്റെ ചിപ്പാണ് ഹൈ സിലിക്കോൺ ഉപയോഗിച്ചിരിക്കുന്നത്. അൾട്രാ സ്പീഡ് പ്രൊസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഭയങ്കര ലുക്കാണ് സംഭവം. ഇത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ എന്തായാലും 70mm എന്തായാലും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ മുമ്പ് വീഡിയോ ഉണ്ട്, പക്ഷേ കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോയുടെ ലിങ്ക് മുകളിലിടാം. കാണുന്നവർക്ക് 70mm എന്ന് പറഞ്ഞത് ഷവോമിയുടെ ബ്രാൻഡാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡാണ്. അപ്പോൾ പിന്നെ കുറേ അവാർഡ് നമ്മളൊക്കെ കിട്ടിയത് പണ്ടിറക്കിയതാണ് അവർ. ഇപ്പോൾ ഈ മെയിൻ ബ്രാൻഡുകളാണ് തമ്മിൽ നമ്മളൊരു അടി വരുന്നത്. എന്താ വെച്ചാൽ ഡാഷ് ക്യാമറയുടെ രൂപത്തിൽ വേറെ കുറേ പ്രോക്കസ് നമ്മളൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ക്വാളിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇത് ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ നല്ലൊരു ബസ്സാണ് 70mm. ഞാൻ എന്തായാലും പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് വെച്ചാൽ അത്രയ്ക്കും സൂപ്പർ സംഭവമാണ് സംഭവം. അതിന് സ്ക്രീൻ ഉള്ളതും സ്ക്രീൻ ഇല്ലാത്തതും അങ്ങനത്തെ കുറേ വേരിയൻ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ വേരിയൻറ്റുകളുണ്ട്. അന്നൊന്നും ആകെ 2 മോഡലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇഷ്ടം പോലെ വേരിയൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കാര്യം ഡീറ്റെയിൽസിൽ കിടക്കാം. അൺബോക്സിങ്ങും നമുക്ക് വീഡിയോ ക്വാളിറ്റി ഒക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ Instagram Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനുണ്ട്, മറക്കില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ് അവേ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. നമ്മളൊരു 10 റൂട്ടറും അതുപോലെ പ്രോട്ടോണിക്സിൻ്റെ ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് 3600 ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കട്ടോ, കാണാൻ മറക്കല്ലേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ DDPAIൻ്റെ ഡാഷ് ക്യാമറയുടെ ബോക്സാണ് ഈ കാണുന്നത്. ഒരു ബ്ലാക്ക് ബോക്സാണ് വരുന്നത് കേട്ടോ. അതുപോലെ അതിൻ്റെ മോഡൽ നമ്പറായിട്ടുള്ള മോള N3 എഴുതിയിട്ടുണ്ട്. പിന്നെ DDPAI ഡാഷ് ക്യാമറ എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ 1600
പിക്സൽ HD കൊടുത്തിട്ടുണ്ട് വെച്ചാൽ 2K റെക്കോർഡിംഗ് നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉള്ളതാണ്. അതുപോലെ ADAS ഉണ്ട്, G സെൻസർ ഉണ്ട്, അവൈലബിൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഈ സൈഡിലായിട്ട് അതിൻ്റെ ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ബാക്ക് സൈഡിലായിട്ട് സീരിയൽ നമ്പറും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ സിലിക്കോൺ ചിപ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2013 സ്റ്റാർട്ട് ചെയ്ത ഒരു ചൈനീസ് കമ്പനിയാണ് നമ്മുടെ ഈ DDPAI എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ഹുവായിൻ്റെ എംപ്ലോയി സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണിത്. പിന്നെ ഇത് ഇവിടെ ഇതിനാണ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചർഡ് ബൈ DDPAI ടെക്നോളജി കമ്പനി ലിമിറ്റഡ്. ഇൻപുട്ട് 5W 2 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് അപ് ടു 128 GB വരെ ഇടാം. അത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെമ്മറി ഫുള്ളായി നമ്മൾ തന്നെ ഫോർമാറ്റ് ചെയ്യുന്നു വേണ്ട, അത് ഡേറ്റ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത സംഭവം കയറിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് സംഭവം. അപ്പോൾ അത് നമ്മൾ 32 GB ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ 70mm ഡാഷ് ക്യാമറയാണ്. അതിൽ ഞാൻ 32 GB ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഞാൻ ബോക്സ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ 70mm ഈ മോഡലാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ മോഡൽസും ലൈറ്റ് വെർഷൻസും ഗോൾഡ് കളർ കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. ഇത് 70mm പറയുന്നത് നമ്മുടെ ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡാണ്. പിന്നെ ഡിസൈൻ അവാർഡ് 2009 അന്ന് കിട്ടിയതാണ്, അന്ന് ഫേമസ് ആയതാണ്. അപ്പോൾ ഈ സമയത്ത് DDPAI എത്ര ഫേമസ് ആയതിൻ്റെ അന്നില്ല. ഇപ്പോൾ ഇത് രണ്ടും ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ്, ഒരേ ക്വാളിറ്റി വീഡിയോസൊക്കെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ആപ്പ് കുറച്ചുകൂടി നല്ലത് നമ്മുടെ 70mm ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ശരിക്കും നമുക്ക് ആപ്പ് ശരിക്കും വലിയ ആവശ്യമൊന്നുമില്ല. വീഡിയോ റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് ഒരു ആപ്പ് വഴി നമ്മുടെ അതിലേക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ യൂസുകളൊന്നും ഇല്ല ആപ്പിന്. 70mm ആണെങ്കിൽ 70mm എന്ന് പറഞ്ഞൊരു ആപ്പ് തന്നെയാണ്, ഇതിനാണെങ്കിൽ DDPAI എന്ന് പറഞ്ഞൊരു ആപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ട്, സിമിലർ തന്നെയാണ്, വലിയ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റിക്കർ കാണാം. ഇതിന് അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 4000 രൂപ ആ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതും നമുക്കൊരു ഇതിൻ്റെ കുറേ മോഡൽസും പുതിയതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് 70mm ഡാഷ് ക്യാമറ പ്രോ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതും 5W 2A തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ബെസ്റ്റ് സംഭവം തന്നെയാണ്. ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ റെക്കോർഡ് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, പണ്ടാണ്, പക്ഷേ കുറേ കാലമായിട്ടുണ്ട്. ഇപ്പോഴും സംഭവത്തിനൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ വേറെ ബ്രാൻഡ് തന്നെയാണ് DDPAI. അപ്പോൾ ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ബ്രാൻഡാണ്. ഇപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ബ്രദർ വാങ്ങിച്ചതാണ്. അപ്പോൾ ആളുടെ കാറിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണിത്. നമുക്ക് എന്തായാലും അൺബോക്സിങ് ചെയ്യാം. എന്തായാലും വീഡിയോ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മെമ്മറി കാർഡ് ആവശ്യം വേണ്ടി വരും. അപ്പോൾ ഞാൻ മെമ്മറി കാർഡ് എടുത്തിട്ടില്ല, എടുക്കണം. തൽക്കാലത്തേക്ക് 32 GB ഒക്കെ മതിയെന്ന് തോന്നുന്നു. 16 GB ആയാലും സപ്പോർട്ട് ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. നമ്മുടെ ബോക്സ് അത്യാവശ്യം നല്ല ടൈറ്റാട്ടോ, നല്ല ടൈറ്റായിട്ട് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ബേസിക് വേരിയൻ്റ് ഉണ്ട്, അതിനൊരു 3006 റേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ 2K റെക്കോർഡിംഗ് ഇല്ല, അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിലുള്ളത്. നമുക്കൊരു ബുക്ക്ലെറ്റും അതുപോലെ ഞാൻ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ശരിക്കും തൊട്ടിക്കേണ്ടത് ഒരു രീതിയുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുമോ? ഇത് സെയിം തന്നെയാണ് കേട്ടോ, മച്ചേൻ്റെ പോലെ. നമ്മുടെ ബാക്കിൽ വേണ്ടി ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. പിന്നെ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിൻഷീൽഡും ഒട്ടിച്ചിട്ടാണ്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഗ്യാപ്പ് ഉണ്ട്, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡാഷ് ക്യാമറ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഊരെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാൻ മറക്കരുത്, അത് ഒരെണ്ണം ഉണ്ടാവുള്ള ബോക്സിൽ. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും തരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ക്യാമറ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെഫ്റ്റൊക്കെ ഉണ്ട്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. മെറ്റലാന്ന് തോന്നുന്നു, പക്ഷേ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. ഇതിലൂടെ Type-C ആണ് വരുന്നത്, അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ക്യാമറയിൽ നമ്മളത് ഒരു കവർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നമുക്ക് മാറ്റാം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഒരു ആഷ് കളർ ഡാർക്കാണ് വരുന്നത് ബ്ലാക്കിൽ കോമ്പിനേഷനിൽ. സ്പീക്കർ ഔട്ട്പുട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ആയിട്ട് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഒരു LED ലൈറ്റ് അല്ല, അതെന്തോ റിസെറ്റ് ബട്ടണാണെന്നുണ്ട്. DDPAIൻ്റെ ഒരു മോഡൽ നമ്പറും മെയ്ഡ് ഇൻ ചൈന സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമുള്ള ഒരു സ്പീക്കർ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, മാറ്റി വയ്ക്കാം. നമുക്ക് എന്തായാലും ബോക്സിൽ ഒരു കേബിൾ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളൂ, വേറെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്താ വലിയ ഒരു കേബിളുണ്ട്, അതുകൊണ്ട് വലിയൊരു Type-C കേബിൾ. അത്യാവശ്യം മൈക്രോ USB ആണോ വന്നിരിക്കണല്ലോ, മൈക്രോ USB ആണോ? എനിക്ക് തോന്നുന്നു രണ്ടും തന്നിട്ടുണ്ടെന്നുണ്ട്, രണ്ട് സൈഡിലും ഒരു. ഇത് നമുക്കൊരു ഒരു ചാർജറും തന്നിട്ടുണ്ട്, അത് നല്ല കാര്യം. നമുക്ക് 70mm കൂടെ അത് തന്നിട്ടില്ല. പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള എന്താ പറയുക ഒരു ഡോക്കും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോക്ക് വരുന്നത്. ഇതിലേക്ക് മൈക്രോ USB കണക്ട് ചെയ്യാനൊന്നുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം, അത് കൊള്ളാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗമാണ് ഒട്ടിക്കേണ്ടത്. ഇത് നമുക്ക് അങ്ങനെ ഒരു റൊട്ടേറ്റ് ഒക്കെ ചെയ്യാനുണ്ടോ, തിരിക്കാനുള്ളതാണ്. അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇത് നമുക്ക് ലോക്കായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമുക്ക് ഈ മൈക്രോ USB വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട്
കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇത് വരുന്നത് സംഭവം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ കാറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ കയ്യിൽ 70 ഉണ്ട്. ഇപ്പോൾ ഇത് പ്രാക്ടിക്കലി ഇവിടെ എൻ്റെ കാറിലേക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് ഓണാക്കാം. നമുക്ക് എന്തായാലും ചാർജ് ഒന്ന് വയർ കുത്തിരി ഒന്ന് ഓണാക്കാം. അപ്പോൾ നമ്മുടെ അതിന് മുമ്പ് നമുക്കിത് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ആപ്പ് വേണം. അപ്പോൾ നമ്മൾ DDPAI എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി. സംഭവം 92 MB ഒരു ഫയൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇനും സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഓപ്പണിങ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരിക. ഇതിൻ്റെ ഹോം പേജാണ് അത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഡിവൈസ് നമുക്ക് അതിന് മുമ്പ് നമ്മുടെ പവർ ഔട്ട്പുട്ട് നമ്മുടെ അതിലേക്കൊന്ന് കൊടുക്കാം. എന്തായാലും ഞാൻ ഇതിൻ്റെ കേബിളല്ല ഉപയോഗിച്ചത്. എന്തായാലും അത് ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കണക്ട് ചെയ്യട്ടെ. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു വോയിസ് ഔട്ട്പുട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റെഡ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. SD കാർഡ് ഇടണി അത് ഞാൻ ആക്ച്വലി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SD കാർഡ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. നമുക്ക് SD കാർഡ് ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്യാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ SD കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് SD കാർഡ് എന്തായാലും ഇട്ട് കൊടുക്കാം. 32 GB SD കാർഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ SD കാർഡ് ഇടണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മെമ്മറി കറക്റ്റ് ഓക്കെ. അപ്പോൾ ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇനീഷ്യലൈസിങ് പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നോ സ്ക്രീൻ ഡാഷ് ക്യാമറയാണത്. അപ്പോൾ ഇൻസ്റ്റാൾ ദ ഡിവൈസ് ആൻഡ് പവർ ഓൺ കൊടുത്തിട്ടുണ്ട്. ഇനി കീപ് യുവർ ഫോൺ വിത്ത് 2 meter ഓഫ് ദ ഡിവൈസ് ആൻഡ് കണക്ട് ടു വൈഫൈ. അപ്പോൾ നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈഫൈ വന്നിട്ടില്ലല്ലോ. ഇനീഷ്യലൈസ് ചെയ്യാനുള്ളൂ, അതുകൊണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളൂ. അതായത് നമുക്ക് ഇനി അതിൻ്റെ ഈ നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ അത് സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡാഷ് നമ്മുടെ 70 മേലും ഇതേപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. നമ്മുടെ അവരുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്താൽ നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ അതിൽ വൈഫൈ കണ്ടുകൊണ്ട് അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. പാസ്വേഡ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി നോക്കിയിരുന്നില്ലേ പാസ്വേഡ്. നമുക്ക് നോക്കാം, ആപ്പിൽ കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. വൈഫൈ പാസ്വേഡ് 1 2 3 അതിവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 0 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 0 ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സദാ കണക്റ്റിംഗ് ആയിട്ടുണ്ട്, കണക്റ്റഡ് ആയി. നമുക്ക് ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനീഷ്യലൈസിങ് നെറ്റ്വർക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി. ഇതാ നമ്മുടെ ക്യാമറ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. എന്താണ് പ്രിവ്യൂ സംഭവം കോട്ടിട്ട് ഓക്കെ. ഇനി പ്രൈവസിക്ക് വേണ്ടി വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ചേഞ്ച് ലൈറ്റർ കൊടുക്കാം. ഇതിൽ പ്രിവ്യൂ കാണിച്ചിട്ടുണ്ട്, ഡിക്ലൈൻ കൊടുക്കട്ടെ. ഇതാ ആക്ച്വലി ഇതാണ് നമുക്ക് വരുന്നത്, കണ്ടോ. ഇതാണ് നമ്മുടെ സ്ക്രീൻ ക്വാളിറ്റി വരുന്നത്, അല്ല നമ്മുടെ ക്യാമറ ക്വാളിറ്റി വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാ ബാക്കിലൊരു ലൈറ്റും കൊടുക്കുന്നുണ്ടോ, ഒരു ബ്ലൂ ലൈറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ട സംഭവമാണിത്. പിന്നെ ക്യാപ്ചറിങ് ഇവിടെ നമുക്കിവിടെ കാണാം. എമർജൻസി എന്ന് പറയുന്നത് നമുക്കിതിൽ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ജെർക്കോ അതുപോലെ ഇടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എമർജൻസി റെക്കോർഡിങ് തന്നെ ഓണായിട്ട് റെക്കോർഡ് ആവും. പിന്നെ അതുപോലെ 24 hour പാർക്കിംഗ് മോഡ് സെൻസിങ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴും ഇതിൽ ചെറിയൊരു ബാറ്ററി ഇല്ലേ, ശരിക്കും കപ്പാസിറ്ററാണുള്ളത്. അപ്പോൾ ചൂട് എത്ര ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ കപ്പാസിറ്റർ അതിൽ ചെറിയ പവർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാർക്കിംഗ് സമയത്ത് എന്തെങ്കിലും കാരണം വല്ല മോഷൻ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സംഭവം ഓട്ടോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ ഫീച്ചറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ 70 മൈലും ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഡാഷ് ക്യാം എന്തായാലും ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ഇത് റൂളാണ്. ആക്ച്വലി ഡാഷ് ക്യാം വേണം എന്നൊക്കെ പറയുന്നൊരു റൂളാണ്. അപ്പോൾ നിങ്ങൾ ഡാഷ് ക്യാം എല്ലാത്തിനും നല്ലതാണ്. ഇപ്പോൾ ഇത്രത്തെ ആക്സിഡൻറ്റ് ഉണ്ടായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇൻഷുറൻസിനും അങ്ങനെയൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ് ശരിക്കും ആക്ച്വലി. പിന്നെ കുറേ സ്ഥലത്തെ സമയത്ത് നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനും ഒക്കെ
ഡാഷ് ക്യാം നല്ല ഉപകരിക്കും. അങ്ങനെ അവർ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ തന്നെ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഡാഷ് ക്യാം വെക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ DDPAIൻ്റെ അല്ലെങ്കിൽ 70-90 നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറ ലെൻസാണ് വരുന്നത് തന്നെ ഉണ്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വെളിയിലൂടെ കാണാം. മൂവ്മെൻറ്റ് സ്ലോമോ സംഭവങ്ങളൊന്നുമില്ല. ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഉണ്ട്, ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഡൗൺലോഡിങ് ആൽബം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വാളിറ്റി വരുന്നത്. അപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കിപ്പോൾ നമ്മുടെ CCTV ക്യാമറ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ മൂവ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല സംഭവം തന്നെയാണ്. നമുക്ക് തന്നെ ഫുൾ സ്ക്രീൻ മോഡാക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ DDPAIൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ടവർക്ക് ഇതിൻ്റെ വേറെ കുറേ മോഡൽസുകളുണ്ട്. അപ്പോൾ നമ്മുടെ മോഡൽസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡൽ വേണമെന്നുള്ളത് വേണമെങ്കിൽ അതെടുക്കാം. അതിൻ്റെ നമ്മുടെ ലിങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെയും 2-3 മോഡൽസിൻ്റെ നമ്മുടെ ലിങ്ക് കൊടുക്കാം. അതുപോലെ 70-90 കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള നോക്കിയെടുക്കാം. രണ്ടും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. 70 ഞാൻ അത്യാവശ്യം 2 ഇയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം, ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടവരും വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓണാക്കി വയ്ക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ എന്താ പറയുക ഗീവ് വീഡിയോ കാണാത്തവരും പോയി കാണുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാം. അത് നമ്മുടെ എന്താ പറയുക ഒരു റൂട്ടറും നമ്മളൊരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റാണ് കൊടുക്കുന്നത് 3200 രൂപയുടെ. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, ലിങ്ക് പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, മറക്കരുത്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.